ഇത് ഒരു മാക്സി ഫിറ്റിൻ്റെ ഒരു തുണിയാണ്. അത് ഒരു സാധാ ഒരു ടോപ്പ് ഈ അളവിൽ അടിക്കാനുള്ളതാണ്. അളവ് തന്നടിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ അളവിന് അടിക്കാനുള്ളതാണ്. അളവിൻ്റെ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ ഒരു 42 ഇഞ്ച് എടുക്കാം. മടക്കി അടിക്കാനും മുകളിൽ തൈ തുമ്പും എല്ലാം കൂടെ 42 ഇഞ്ച് എടുക്കാം. ഇത് ഇങ്ങനെ 4ആയിട്ട് മടക്കി 4ആയി മടക്കിയിട്ട് ഈ വക്ക് ഭാഗം മടക്കുള്ള ഭാഗം രണ്ടിക്കുന്നത് വെച്ച് എന്നിട്ട് 42 ഇഞ്ച് മാർക്ക് ചെയ്യും. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്. പിന്നെ ഷോൾഡർ ഇതിൻ്റെത് ഒരു 3 ഇഞ്ചാണ്. അപ്പോൾ ഒരു 3.25 ഇഞ്ച് എക്സ്ട്രാ കൈകൊണ്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ മൊത്തം രണ്ടും കൂടെ ഒരു 6 ഇഞ്ചാണ് വരുന്നത് രണ്ടും കൂടെ. പിന്നെ ആം ഹോൾ അതായത് കൈക്കും ഇത് 8 ഇഞ്ച്. പിന്നെ ഇതിൻ്റെ ലൂസ് അളവെടുത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ടതാകുമ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് 20 ഇഞ്ചാണ് വരുന്നത്. ഈ 20 ഇഞ്ചാകുമ്പം പിന്നെ 22 ഇഞ്ച് വരും. 22-ന് നേർപകുതി 11 ഇഞ്ച്. അപ്പോൾ ഈ ഇവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു 2 ഇഞ്ചിൽ ഈ ഷോൾഡറിന് ഇങ്ങനെ പിന്നെ നമ്മൾ ഇതിന്റെ ഷേപ്പിന്റെ മാർക്കിംഗ് വേണ്ട. ഷേപ്പ് ഇത് വരുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ചാകുമ്പം ഒരു 2 ഇഞ്ച് കൂടി 19 ഇഞ്ച്. 1 ഇഞ്ച് ഒരു ഭാഗം 2 ഇഞ്ച് ആകുമ്പോൾ 19 ഇഞ്ചാകുമ്പോൾ 19ന്റെ നേർപകുതി 9.5 ഇഞ്ച്. ഇവിടെ എടുത്തത് 11 ഇഞ്ചാണ്. ഇവിടെ ഒരു 9.5 ഇഞ്ച് മതി. ഷേപ്പ് പിന്നെ ഇവിടുന്ന് ഈ സൈഡ് ഓപ്പണിൻ്റെ അതുവരെയുള്ള മാർക്കിങ്, സൈഡ് ഓപ്പൺ ഏതുവരെ വേണമെന്നുള്ളത് ഇതിൻ്റെ അളവ് പ്രകാരം സൈഡ് ഓപ്പൺ വലുത് വരുന്നത് ഓരോ ഹൈറ്റിനനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവും. അതിനെല്ലാം ഹൈറ്റ് കുറഞ്ഞ ഒരാളായതുകൊണ്ടാണ്. ഇതിന് വരുന്നത് ഒരു 18 ഇഞ്ചിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ ആ ഒരു ഏകദേശം നോക്കിയിട്ട് നമ്മൾ ആ 18 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ലെവലിൽ ആണ് സൈഡ് ഓപ്പൺ വരിക. ഇതിന്റെ അടിവീതി മാർക്ക് ചെയ്യാം. ഇത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ ഒരു മടക്കി അടിയൊക്കെ വരുമ്പോൾ അതൊരു 25 ഇഞ്ച് 24 ഇഞ്ച് മതി. 12 ഇഞ്ച് ഏകദേശം ചുരുങ്ങുന്നത് കോട്ടൺ ആയതുകൊണ്ട് ഒരു 12.5 ഇഞ്ച് ഇതുണ്ട്. 25 ഇഞ്ച് മൊത്തം വരും. ഇത് ഈ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ടച്ച് ചെയ്യാം. ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ ഒരു 1/2 ഇഞ്ച് ചെറുതായിട്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മാത്രം വെറുതെ ഷേപ്പ് പോലെ ഇവിടെ കൊടുക്കുക, തൂക്കം വരാതൊക്കെ. കൈനീളം വേണ്ടത് ഒരു 14.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഒരു 16 ഇഞ്ച് മടക്കി അടിക്കുന്നതും കൂടി 16 ഇഞ്ച് മാറ്റുക. പിന്നെ ലൂസ് നമ്മൾ അതേ എടുത്ത് അതേ 8 ഇഞ്ചാണ് ലൂസ് എടുത്തത് 8 ഇഞ്ചാണ്. അതിൻ്റെ അടിവീതി ഇങ്ങനെ നോക്കുക, എന്നിട്ട് ഒരു ഇഞ്ച് കൂട്ടിയിടുക. 5 ആണല്ലേ, അപ്പം ഒരു 6 ഇഞ്ച് ഇടാം. പിന്നെ ഇതൊരു 13 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യും. കൈ അങ്ങനെ 4 പീസാട്ടോ, ഇങ്ങനെ നോക്കിയിട്ട് 4 പീസാക്കിയിട്ട് 2 കൈയായിരുന്നു. ഇതിന് ഇങ്ങനെ മാറ്റിയിട്ട് ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന മുൻഭാഗത്തേക്ക് വരുന്ന ആ കൈക്കുയിൻ്റെ അവിടെ ഒരു ജസ്റ്റ് വരയ്ക്കണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഞാൻ വരയ്ക്കാതെ തന്നെ മാറ്റി ഇങ്ങനെ 1 ഇഞ്ച് ചെറുതായിട്ട് ഒരു 3/4 ഇഞ്ചിൽ ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക. ഫ്രണ്ടിൽ കണ്ണാണത് മാറിപ്പോകരുത്. അങ്ങനെ വരും. കഴുത്ത് ഇത് നല്ല കഴുത്ത് ലെങ്ത്തൊക്കെ ഉള്ളതിരുന്ന ആളാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ നെക്ക് 6 ഇഞ്ചും ബാക്കിലെ നെക്ക് 5. ഫ്രണ്ടിലെ നെക്കാണ് മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ച്. ഇതിവിടെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് 2.5 ഇഞ്ചാണല്ലോ, ആ 2.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യാം. റൗണ്ട് തന്നെ കേട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ഈ നെക്കിനും കൈയിൻ്റെ അടിഭാഗവും ബ്ലാക്ക് കളർ പൈപ്പിംഗ് വെച്ചിട്ടാണ് അടിക്കുന്നത്. അതിന് ഇതിൻ്റെ പാർട്ട് 2